ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. ഇതൊരു ഒറ്റ ദിവസത്തെ വിശേഷങ്ങളല്ല, 2-3 ദിവസത്തെ വിശേഷങ്ങൾ ഒന്നിച്ചാക്കിയതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ പരാഗിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതൊരു കസ്റ്റമറിന് വേണ്ടിയിട്ട് പോയതാണ്. കുറച്ച് മെറ്റീരിയൽസ് നോക്കാൻ വേണ്ടിയിട്ട് അവരൊരു മോഡൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെയിം മെറ്റീരിയൽ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ കസ്റ്റമർ ഒരു ഡിസൈൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെയിം മെറ്റീരിയൽ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. സെയിം മെറ്റീരിയൽ അല്ലെങ്കിലും ഏകദേശം അതുപോലുള്ള ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ടിഷ്യൂവിൽ വർക്ക് വരുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഷോപ്പിൽ പോണതിൻ്റെ തലേന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെന്നാ ഷോപ്പ് പോവാമെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ പിറ്റേ ദിവസം തന്നെ ഷോപ്പിൽ പോയി. അങ്ങനെ ഷോപ്പിലെത്തി അവർ പറഞ്ഞ ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇതൊക്കെ ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ അവർക്ക് അയച്ചു കൊടുത്തിട്ടോ. പക്ഷേ അവരുടെ അടുത്തുനിന്ന് റിപ്ലൈ ഒന്നും വന്നില്ല. അപ്പോൾ ഞാനൊരു മിസ് കോളൊക്കെ അടിച്ച്, എന്നിട്ടും അവരുടെ അടുത്തുനിന്ന് യാതൊരു റിപ്ലൈയും കിട്ടിയില്ല. അവർ സീനാക്കുന്നുണ്ടായിരുന്നു കേട്ടോ, നമുക്കറിയാമല്ലോ സീൻ ചെയ്താൽ. അങ്ങനെ നമ്മൾ വെറുതെ അവിടെ പോയി പോസ്റ്റായി. അവർക്ക് ചിലപ്പോൾ വേറെ ആരെങ്കിലും കിട്ടിയിട്ടുണ്ടാകും, കുഴപ്പമില്ല. വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, വെറുതെ നമ്മളുടെ ടൈം പോയി, അത്രയേ ഉള്ളൂ. അങ്ങനെ ഏതായാലും വന്നതല്ലേ വിചാരിച്ചിട്ട് ഞാനൊരു മെറ്റീരിയൽ നോക്കിയിട്ടാണ്. കുറേ ആയിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു മെറ്റീരിയലായിരുന്നു ഈ ഒരു മെറ്റീരിയൽ. അങ്ങനെ ഞാൻ ഈ ഒരു ലാവൻഡർ പ്രിൻ്റ് വരുന്ന ഇത് വാങ്ങിച്ചിട്ട് പോകുന്നു കേട്ടോ. ഇതിൻ്റെ പല കളേഴ്സും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. പിന്നെ ഇപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇത് ഞാൻ വേറൊരു ദിവസം പോയി എടുത്തതാട്ടോ. മോക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ എന്തോ കളേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർക്ക് വന്ന കളറ് ഓറഞ്ച് ആയിരുന്നു. അങ്ങനെ ഞാനൊരു ഓറഞ്ച് കളറുള്ള ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത മെറ്റീരിയലാണ്. അതിലോട്ട് മാച്ചിങ് ആയിട്ട് ലേസും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് പിന്നെ അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു മെറ്റീരിയലേ അല്ല വിചാരിച്ചിരുന്നത്, ഈ ഒരു മെറ്റീരിയലും അല്ല, ഈ ഒരു മോഡലും അല്ല വിചാരിച്ചിരുന്നത്. പക്ഷേ ഷോപ്പിൽ പോയി നോക്കുമ്പോൾ എവിടെയും കിട്ടാനില്ല. ഞാൻ നോക്കിയ ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട്, പക്ഷേ ഈ ഒരു ഓറഞ്ച് കളറിൽ കിട്ടാനില്ല. അങ്ങനെ കിട്ടിയത് വെച്ച് പോകുന്നതാണ്. ഇത് റയോൺ ആണ് കേട്ടോ, നമ്മളുടെ നോർമൽ റയോണാണ് മെറ്റീരിയൽ. പിന്നെ ഇങ്ങനെ ഒരു വൈറ്റ് ലൈസൊക്കെ വെച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞാനൊരു പാൻറ്റും ടോപ്പൊക്കെ ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ ആ ഒരു മെറ്റീരിയൽ കിട്ടിയില്ല. പിന്നെ ഈ ഒരു റയോൺ വെച്ചിട്ട് അങ്ങനെ ചെയ്താൽ നന്നാവുമെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആക്കി. പിന്നെന്താ, ഇതിപ്പോൾ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ബ്ലാക്ക് വെൽവെറ്റ് ഹൈലോ കുർത്തല്ലേ, അപ്പം അതിൻ്റെ ഷോളാണ് കേട്ടോ. ഇതിൽ ഹാൻഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഈ ഒരു ഡ്രസ്സിൻ്റെ കംപ്ലീറ്റ് വീഡിയോ, ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് റീൽസൊക്കെ ആക്കാൻ വേണ്ടിയിട്ട്, ഷോർട്സ് റീൽസൊക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് പിന്നെ അന്ന് വൈകുന്നേരം മോളെ സ്കൂളിൽ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. കോൺവെക്കേഷൻ ഡേ ആയിരുന്നു. അവളുടെ മോണ്ടിസോറി കഴിഞ്ഞു, ഇനി അവൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാമാണ്. ഇതിപ്പോൾ ഞാൻ വേറെ എവിടേക്കോ പോകുമ്പോൾ എടുത്ത വീഡിയോനെ പദ്ധതിയിലൊന്ന് ആഡ് ചെയ്തെന്നുള്ളൂ. പിന്നെ ഇവളെ പ്രോഗ്രാം നൈറ്റിലായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ എത്തി കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ പ്രോഗ്രാംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവരുടെ ഒരു കോൺവെക്കേഷൻ പ്രോഗ്രാം, ജസ്റ്റ് സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷനും പിന്നെ ഓരോ ഡിവിഷൻ്റെയും ഡാൻസും ഉണ്ടായിരുന്നു. പിന്നെ ഇതിവരുടെ എൻട്രിയാണ് കേട്ടോ. പിന്നെ അതുപോലെ ഓരോ ഡിവിഷനനുസരിച്ചായിരുന്നു ഇവരുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവൾ ലാസ്റ്റ് ഡിവിഷൻ ആയതുകൊണ്ട് ലാസ്റ്റായിരുന്നു ഇവളുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് ഞാൻ ഇവിടെയുള്ള മ്യൂസിക്കും സോങ്ങൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.